Okay, thank you, Dr. Rajini. Thank you, Dr. Santosh, for a nice presentation. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1864 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് ആണ്, മോട്ടിവേഷണൽ ക്ലാസ് ആണ്. ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഇംഗ്ലീഷ് സെഷനിലെ മോഡറേറ്റർ കൂടിയായ ഡോക്ടർ അജിനി ഷംസുദ്ദീനാണ്. ഡോക്ടർ അജിനി നമുക്ക് പരമ്പരകളായി ക്ലാസ് എടുത്ത് കൊണ്ടുവരികയാണ്. നമുക്ക് പലതരത്തിലുള്ള മോട്ടിവേഷൻ കിട്ടുന്ന ക്ലാസ്സുകളാണ് ഡോക്ടർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി ഇന്ന് സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ അജിനി BHMS, MSc സൈക്കോളജി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ എന്നീ ഡിഗ്രികളുടെ ഉടമയാണ്. കൂടാതെ മെന്റർ പവർ ട്രെയിനറാണ്. സക്സസ് കോച്ചിങ് ചെയ്യുന്നു. ധാരാളം ഇതുപോലെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തിത്വമായ ഡോക്ടർ അജിനി ഷംസുദ്ദീനെ ഇന്നത്തെ സെഷനിലേക്ക് സന്തോഷപൂർവ്വവും സ്നേഹപൂർവ്വവും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഡോക്ടറുടെ വിഷയം വലിയ വലിയ സ്വപ്നങ്ങൾ കാണൂ എന്നാണ്. എന്തായാലും കാണിയല്ലേ, വലിയ വലിയ സ്വപ്നങ്ങൾ കാണൂ, അത് കുറയ്ക്കണ്ട എന്നാണ് ഡോക്ടർ പറയുന്നത്. എന്തായാലും ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി ക്ലാസ്സിലേക്ക് കിടക്കാം. ഞാൻ ഡോക്ടറെ ഹോസ്റ്റ് ആക്കുവാണേ. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സില് ഏകദേശം 52ഓളം സ്ലൈഡ് കഴിഞ്ഞു തോന്നുന്നു. എന്നാലും ഞാൻ അത് മുതൽ തുടങ്ങാം. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മൾ വലിയ സ്വപ്നങ്ങൾ മാത്രം കണ്ടാൽ പറ്റത്തില്ല. വലിയ സ്വപ്നങ്ങൾക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. അതിനനുസരിച്ച് കുറച്ച് പണിയെടുക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ക്വാളിറ്റീസ് നമ്മളിൽ തന്നെ കൾട്ടിവേറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു സ്വപ്നത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് അതിലേക്ക് വേണ്ടതുണ്ടായിരിക്കും. ഇപ്പോ എന്താ പറയുന്നത്, ഒരു സ്ഥാപനം നടത്തണമെങ്കിൽ അവിടുത്തെ പല കാര്യങ്ങളും നമുക്ക് അറിയത്തില്ലായിരിക്കും. ഇപ്പൊ ഒരു എന്താ പറയുന്നത്, അവിടത്തേക്ക് വേണ്ട ഓഫീസ് വർക്ക് നമുക്ക് അറിയത്തില്ലായിരിക്കും, അല്ലെങ്കിൽ വേറെ ചില കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ലായിരിക്കും. അങ്ങനെ പല കാര്യങ്ങൾ കാണും. അപ്പൊ ചിലതൊക്കെ നമ്മൾ വേറെ ആളെ വെക്കും. നമുക്കറിയാത്ത കാര്യങ്ങൾക്ക് നമ്മൾ വേറെ ആളെ വെക്കും. എന്നാലും ചില കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് പഠിച്ചെടുക്കണം. നമുക്കറിയാത്ത പുതിയ പുതിയ പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ സൂം ആണെങ്കിലും നെറ്റിലുള്ള പല കാര്യങ്ങളാണെങ്കിലും ഒക്കെ നമുക്കറിയാത്ത പല കാര്യങ്ങൾ കാണും. പക്ഷെ അത് നമ്മൾ പഠിച്ചെടുക്കണം. അപ്പൊ അതിന് നമുക്കൊരു പാഷൻ വേണം, അതിനോടൊരു അഭിനിവേശം വേണം. എന്നാലേ നമ്മൾ ചെയ്യാൻ പോണ കാര്യത്തിനോട് നമുക്കൊരു താല്പര്യം വേണം. അപ്പൊ മിക്കവാറും സ്വപ്നം കാണുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ ഇത് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഒരു ധൈര്യം വേണം. അത് ശരിയാകും, ശരി, ഇത് ഞാൻ തുടങ്ങിയാൽ നന്നാകും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം വേണം. പിന്നെ പെർസിസ്റ്റൻസ്, നമ്മൾ സ്ഥിരത ഉണ്ടായിരിക്കണം. നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ തോന്നും. ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ ചെറിയ വയസ്സിലൊക്കെ നമ്മൾ സിനിമ കാണുമ്പോൾ പോലീസ് ഓഫീസർ, ഒരു ഭയങ്കര ലേഡി പോലീസ് ഓഫീസറിനെ കാണുമ്പോൾ നമ്മൾ ഓർക്കും എനിക്ക് IPS എടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസർ ആയാൽ മതി. പിന്നെ വേറൊരു ജേർണലിസ്റ്റിനെ കാണുമ്പോൾ നമുക്ക് തോന്നും ജേർണലിസ്റ്റ് ആയാൽ മതി. അതൊക്കെ നമ്മുടെ ടെമ്പററി ആയിട്ടുള്ള ആ ഒരു ആഗ്രഹങ്ങളാണ്. അല്ലെങ്കിൽ നമുക്ക് അത് നിലനിൽക്കത്തില്ല. കുറച്ചു ദിവസം അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടോ, അതല്ലേ വലിയ പാടാ, ആൾക്കാർ നമ്മളെ പിന്നെ എന്തെങ്കിലും ഉപദ്രവിക്കും, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പറ്റിയതല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ അതിലൊരു മാറ്റങ്ങൾ വരുത്തും. അപ്പൊ നമ്മളുടെ ആ സ്വപ്നം എന്താണോ അതിൽ നമുക്കൊരു സ്ഥിരത വേണം. പിന്നെ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. ഇപ്പൊ നമുക്ക് ആവശ്യത്തിന് പാഷനും ധൈര്യവും ശുഭാപ്തി വിശ്വാസവും സ്ഥിരതയും ഒക്കെ ഉണ്ടായാലും ഒരു ഡിസിപ്ലിനിൽ കാര്യങ്ങൾ പോയാൽ മാത്രമേ നമുക്ക് പലതും ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ നമുക്ക് അതിലൊരു എന്തൂസിയാസം വേണം, അതിനകത്തൊരു എക്സൈറ്റ്മെന്റ് വേണം, അല്ലെങ്കിൽ എന്താകും എന്നൊക്കെ ഉള്ള ആ ഒരു ഇത് വേണം. അപ്പോഴേ നമുക്ക് ഓരോ സ്റ്റെപ്പും മുമ്പോട്ട് എടുത്തു വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരാളിലെല്ലാം ഉണ്ടായിരിക്കണം എന്നില്ല. ഇതൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളത് സത്യം. പക്ഷെ ഇതിലെല്ലാം ഇപ്പം ഒരുപാട് ഐഡിയ ഉള്ള ഒരാളായിരിക്കും, അയാൾക്ക് ധൈര്യം കാണണം എന്നില്ല. അപ്പോ അയാളുടെ ആ
ഐഡിയാസ് കൊണ്ട് അപ്പൊ അവിടെ ഒരു പ്രയോജനം വരത്തില്ല. ഐഡിയ എവിടെയെങ്കിലും പ്രസന്റ് ചെയ്യണം, ആരെങ്കിലും അതിനെ എടുക്കണം. അപ്പൊ അതിന് ധൈര്യവും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോ ഫസ്റ്റ് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ധൈര്യം കാണത്തില്ല, സ്വിം ചെയ്യുമ്പോൾ സ്വിം ചെയ്യാൻ ധൈര്യം കാണത്തില്ല, കുക്ക് ചെയ്യുമ്പോൾ കുക്ക് ചെയ്യാൻ ധൈര്യം കാണത്തില്ല. അതൊക്കെ വീണ്ടും വീണ്ടും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ചില ധൈര്യങ്ങളൊക്കെ ഫേസ് ചെയ്ത്, അല്ലെ ചില പേടികളൊക്കെ ഫേസ് ചെയ്താൽ മാറുന്നതാണ്. അപ്പൊ നമ്മൾ എന്തെടുക്കണം, അത് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്ത് എടുക്കണം. പിന്നെ ഓൾവേസ് എൻജോയ് ദ ടൈം ഫോർ തിങ്കിങ്, എൻജോയ് ഓപ്പർച്യൂണിറ്റി ടു സോൾവ് ബിഗ് പ്രോബ്ലംസ്. അപ്പോൾ നമ്മൾ മിക്കപ്പോഴും ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ എപ്പോഴും ആ ചിന്തിക്കാൻ വേണ്ടി ഒരു സമയം കണ്ടെത്തുക തന്നെ വേണം. അതായത് മിക്കപ്പോഴും നമ്മൾ പറയുള്ളൂ ഇച്ചിരിയെങ്കിലും നമ്മൾ സൈലൻസിൽ ഇരിക്കണമെന്ന്. എന്താന്ന് പറഞ്ഞാൽ ഏതൊരു പ്രൊഡക്ഷനും ഉണ്ടാകുന്നത് ഒരു സൈലൻസിലാണ്. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കാൻ ഒരു സമയം എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ മാറ്റിവെക്കാറില്ല. കാരണം നമ്മൾ ഒരു വീട്ടിൽ ജീവിക്കുമ്പോൾ മിക്കവാറും നമ്മൾ ആ വീടുമായിട്ട് മിക്സപ്പ് ആയിട്ടാണ് ജീവിക്കുന്നത്. ഒറ്റയ്ക്ക് ഇരിക്കാനോ അല്ലെങ്കിൽ ചിന്തിക്കാനോ നമ്മൾ സമയം വളരെ കുറവാണ് കണ്ടെത്തുന്നത്. അപ്പൊ ചിന്തിക്കുന്ന സമയം ഒരു സന്തോഷമായിട്ട് എടുക്കണം. നമ്മളിപ്പോ എന്റർടൈൻമെന്റിന്റെ സമയം നമ്മൾ സന്തോഷമായിട്ട് എടുക്കും. അപ്പൊ എന്ന് പറയുന്നത് പോലെ എൻജോയ് ടൈം ഫോർ തിങ്കിങ്, എൻജോയ് ഓപ്പർച്യൂണിറ്റി ടു സോൾവ് ബിഗ് പ്രോബ്ലംസ്. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊന്നും നമ്മുടെ ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷെ നമ്മളെപ്പോഴും എന്താന്ന് വെച്ചാല് ചെറിയ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ട് നമ്മളുടെ വലിയ വിലപ്പെട്ട സമയത്തിന് ചെറിയ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് വലിയ കാര്യം എന്തോ നമ്മൾ ചെയ്തെന്നുള്ള മട്ടിൽ നടക്കും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, FRCS കാരനായിട്ടുള്ള ഒരു ഫേമസ് ഡോക്ടർ വന്ന് വീട്ടിലെ തിരിച്ചു പുള്ളി ജോലി കഴിഞ്ഞ് വന്നിട്ട് വീട്ടിലെ ബ്ലോക്ക് ശരിയാക്കുന്നത്. അപ്പൊ ശരിയാണ്, അദ്ദേഹത്തിന്റെ വീടാണ്, അദ്ദേഹത്തിന്റെ ഭാര്യയാണ്, സഹായിച്ചു കൊടുക്കണം എന്നൊക്കെ ഉള്ള സത്യമാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു പേഷ്യന്റിനെ നോക്കിയാൽ കിട്ടുന്ന പൈസ ഒരു പണിക്കാരന് കൊടുത്താൽ അവരത് അവിടെ ശരിയാക്കും. അപ്പൊ നമ്മളുടെ വലിയ കാര്യങ്ങൾ, എൻജോയ് ഓപ്പർച്യൂണിറ്റി ടു സോൾവ് ബിഗ് പ്രോബ്ലംസ്. നമ്മളെ കൊണ്ട് പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് കഴിവിന്റെ ഏറ്റവും വലിയ പ്രോബ്ലംസ് ആണ് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കേണ്ടത്. നമ്മളെ ഒരു ബ്രെയിനിന്റെ ഒരു ഇതുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങൾ കിട്ടുമ്പോഴും ഇച്ചിരി സന്തോഷം കിട്ടും. അപ്പൊ അതുകൊണ്ട് കൊച്ചു കൊച്ചു കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരാൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്ത് അങ്ങ് സന്തോഷം കണ്ടെത്തും. കാരണം ആ വലിയ കാര്യത്തിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതല്ലാതെ നമ്മൾ വലിയ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് എടുക്കണം. ചലഞ്ച് വീക്ക്നെസ്, സ്ട്രെങ്തൻ വിൽ പവർ ആൻഡ് റിസൈലൻസ്. നമുക്ക് ഒരുപാട് വീക്ക്നെസ്സുകളുണ്ട്. ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതായിരിക്കത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ ശബ്ദം നല്ലതായിരിക്കത്തില്ല. ഒരാൾക്ക് കവിത എഴുതാൻ പറ്റും, പക്ഷെ അത് പാടി കേൾപ്പിക്കാൻ പറ്റത്തില്ലായിരിക്കും. അങ്ങനെ നമുക്ക് നമ്മളുടേതായ വീക്ക്നെസ്സുകളുണ്ട്. അപ്പോൾ ആ വീക്ക്നെസ്സിനെയൊക്കെ നമ്മൾ ചലഞ്ച് ചെയ്യണം. അതിനെതിരായിട്ട് നമ്മൾ ഒന്ന് പ്രവർത്തിച്ച് നോക്കണം. ഇതൊക്കെ പറയുന്ന പോലെ എളുപ്പമല്ല. ഇതൊക്കെ നമ്മൾ പറയുന്നത് തന്നെ എന്തിനാന്ന് പറഞ്ഞാല് അപ്പോഴാണ് ചിലപ്പോൾ നമുക്ക് തോന്നുന്നത് ശരി, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് പറ്റാത്ത എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാം എന്ന് തോന്നുന്നത്. അപ്പൊ ചില അതായത് മോസ്റ്റ്ലി നമ്മുടെ പേടികൾക്കെതിരെ നമ്മൾ എനിക്കത് പേടിയാ എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കും. അപ്പൊ അങ്ങനെ ചെയ്യാതെ നമ്മൾ എപ്പോഴും നമ്മുടെ വീക്ക്നെസ്സിന്, നമുക്ക് ഓരോ കഴിവുകളുണ്ട്. മിക്കവാറും ആൾക്കാർക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടായിരിക്കും, ഒന്നോ രണ്ടോ വീക്ക്നെസ് ഉണ്ടായിരിക്കും. പക്ഷെ നമ്മളെപ്പോഴും അതെനിക്ക് പറ്റത്തില്ല, എനിക്ക് ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാ എന്ന് പറഞ്ഞാൽ നമ്മൾ മാറി നിൽക്കും. അങ്ങനെ മാറി നിൽക്കും. പിന്നെ നമ്മൾ എപ്പോഴും എന്താ പറയുന്ന, നമുക്ക് ഒരു പുനരുജ്ജീവന ശേഷി വേണം. നമുക്ക് ആ പറ്റത്തില്ല എന്നുള്ള കാര്യത്തിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും. ഡെയർ ടു ബിഗ് സ്ട്രാറ്റജീസിൽ അടുത്തെന്ന് പറഞ്ഞാൽ ആസ്ക് ബിഗ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ചൈൽഡ്. ഇപ്പൊ നമ്മള് ഒരു കൊച്ചുകുട്ടി ചോദ്യം ചോദിക്കുന്നത് പോലെ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കാനുണ്ട്. നമ്മൾ മറ്റുള്ളവരോടല്ല, നമ്മളോട് തന്നെ. ഹൗ കെൻ ഐ ഡു ദിസ് ബെറ്റർ ദാൻ എനിവൺ എൽസ്? എനിക്ക് എങ്ങനെ മറ്റുള്ളവരെക്കാളും ഇത് നല്ല രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റും? ഹൗ കെൻ ഐ തിങ്ക് മോർ ക്രിയേറ്റീവ്ലി? ഇപ്പൊ ഇങ്ങനെ ഇരുന്നാൽ ഇങ്ങനെ പറ്റും, കുറച്ചും കൂടെ ഞാൻ എങ്ങനെ നന്നായിട്ട് ചിന്തിക്കാൻ പറ്റും? ഇങ്ങനെ നമ്മളോട് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ നന്നാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഹൗ കെൻ ഐ ടേക്ക് ദിസ് ടു അനദർ ലെവൽ? ഞാൻ ഒരു വിധത്തിൽ എത്തിച്ചു, ഇനി ഇതിന് ലോകം അറിയപ്പെടുന്ന രീതിയിൽ എത്തിക്കാൻ, അല്ലെങ്കിൽ ഇതിപ്പം ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ അനുസരിച്ചിരിക്കും കേട്ടോ. ഇപ്പൊ ചിലർക്ക് ഒരു സ്ഥാപനം തുടങ്ങുന്നതായിരിക്കും, ചിലർക്ക് ഒരു ബുക്ക് എഴുതുന്നതായിരിക്കും, ചിലർക്ക് ഒരു വീട് വെക്കുന്നതായിരിക്കും, ചിലർക്ക് ചിലരോടൊരു കാര്യം പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ പല പല കാര്യങ്ങളായിരിക്കും. അപ്പൊ
ഏത് കാര്യമാണെങ്കിലും നമ്മൾ ഇതിനേക്കാൾ നന്നായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇതിനേക്കാൾ നന്നായിട്ട് എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ നമ്മളോട് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അപ്പം നമുക്ക് തന്നെ ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെ നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കാനാണ്. പക്ഷെ നമ്മൾ ഒരു പേപ്പർ എടുത്ത് എഴുതി ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു, ഇനി എനിക്ക് കുറച്ചുകൂടെ എങ്ങനെ നന്നാക്കാം എന്ന് നമ്മൾ തന്നെ ചോദിക്കുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും, ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടും. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും വർക്ക്ഷോപ്പിലൊക്കെ പോയിരിക്കുമ്പോൾ അവർ പറയും നിങ്ങൾ ഒരു പേപ്പർ എടുത്തിട്ട് എഴുതിക്കുക, ഇത് നിങ്ങൾക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി എഴുതുകയാണെങ്കിലും നമ്മൾ കുറെ അതിനുള്ള സൊല്യൂഷൻസ് നമ്മൾ എഴുതും. എന്ന് പറയുന്ന പോലെ നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ക്രിയേറ്റ് സിസ്റ്റം ടു ബിൽഡ് ഐഡിയാസ്. നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കണം. പുതിയ ഐഡിയാസ് ഉണ്ടാക്കുക, പുതിയ ഐഡിയാസിലേക്ക് പോവുക. അപ്പൊ ആരെങ്കിലും ഒരു ഐഡിയ പറഞ്ഞാൽ എല്ലാരും പറയുന്ന മണ്ടത്തരം കേൾക്കണ്ടെങ്കിലും ഓക്കെ അത് ശരിയാണെന്ന് തോന്നിയാൽ നമ്മൾ പുതിയ ഐഡിയാസിലോട്ട് പോവുക. ആക്സിലറേറ്റ് ഡിസിഷൻസ്. നമ്മൾ എപ്പോഴും എങ്ങനെയാ വെച്ചാൽ ഒരു തീരുമാനം എടുക്കാനാണ് ഏറ്റവും വലിയ പാട്. ജീവിതത്തിലെ ഏറ്റവും വലിയ പാടെന്ന് പറഞ്ഞാൽ നമ്മൾ മിക്കവാറും കണ്ടിട്ടുണ്ടെങ്കിൽ കാണാം, ജോലി കിട്ടുമ്പോൾ 2 ജോലി ഒരുമിച്ച് കിട്ടും. ഏത് ജോലി എടുക്കേണ്ടതെന്ന് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. കല്യാണം ആലോചിച്ച് കല്യാണം ഉറക്കാൻ പോകുമ്പോഴത്തേക്ക് രണ്ട് പ്രപ്പോസൽ ഒരുപോലെ നിൽക്കും, അല്ലെങ്കിൽ 2-3 എണ്ണം അതിൽ നിന്നൊരെണ്ണം സെലക്ട് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഒന്നിനെ ഒഴിവാക്കുമ്പോൾ ഒന്നിനെ എന്ത് ഇതിൽ സ്വീകരിക്കണം എന്നുള്ളത് വലിയ പാടായിരിക്കും. അങ്ങനെയാണ് മിക്കവാറും. ഈവൻ ഒരു സാരി എടുക്കാൻ പോകുമ്പോൾ തന്നെ നമ്മൾ ഒരു സാരി എടുക്കുമ്പോൾ അപ്പുറത്തൊരാള് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഒരു സാരി എടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ഡിസിഷനാണ്, നമുക്ക് ഇത് വേണോ അത് വേണോ എന്നുള്ളത്. അത് എപ്പോഴും ഒരു ചെറിയ സാധനം മേടിക്കാനാണെങ്കിലും ചെറിയ കാര്യമാണെങ്കിലും നമുക്ക് ഒരു ഡിസിഷനിൽ വരിക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ ഡിസിഷൻ നമുക്ക് എടുക്കുക എന്നുള്ളത്, എടുത്ത ഡിസിഷൻ പെട്ടെന്ന് തീരുമാനത്തിലാക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പെട്ടെന്ന് നടത്തിയില്ലെങ്കിൽ പല ഡിസിഷൻസും മാറിപ്പോകും, നമ്മൾ പിന്നെ അതിലോട്ട് പോകത്തില്ല. അല്ലെങ്കിൽ നമ്മൾ തന്നെ കുറച്ച് ഇങ്ങനെ ചിന്തിക്കോ, ഓ അത് വേണോ അല്ലെങ്കിൽ വേണ്ട എന്ന് വിചാരിച്ച് നമ്മൾ ആ നല്ല തീരുമാനത്തിനെ നമുക്ക് മാറ്റാനായിട്ട് തോന്നും. അപ്പൊ അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുകയും പുതിയ പുതിയ ഐഡിയാസ് ഉണ്ടാക്കുകയും നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ നമ്മൾ തന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. കാരണം എന്നാൽ മാത്രമേ, ഇപ്പം നമ്മളെ ഒരു കാര്യത്തിനും വേറെ ആരും പുറത്തുനിന്ന് വന്ന് സപ്പോർട്ട് ചെയ്യത്തേ ഇല്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. നമ്മൾ തന്നെ സപ്പോർട്ട് ചെയ്യണം, നമ്മൾ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്രീഷിയേഷനൊക്കെ പുറത്തുനിന്ന് കിട്ടൂല എന്നല്ല, എന്നാലും നമ്മളെ തന്നെ കുറെ എന്താ പറയുന്നത്, ലിഫ്റ്റ് ചെയ്ത് വിടണം. Constantly make big and bold decision, take personal responsibility for the circumstances and for us. നമ്മൾ എപ്പോഴും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ ഉറച്ച തീരുമാനങ്ങൾ എടുക്കണം. അതുപോലെ വലിയ ഡിസിഷൻ എടുക്കണം. ഇപ്പൊ നമുക്ക് 2 ചോയ്സ് കാണും. ചിലപ്പോൾ നമുക്ക് എന്താ പറയുന്നത്, ഒരെണ്ണം ആണെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ള ഒരെണ്ണം കാണും, വേറൊരെണ്ണം കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളതും കൂടെ കാണും. അപ്പൊ നമ്മൾ എപ്പോഴും എന്തെടുക്കും, ഇതാണെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് ഞാൻ ഇതങ്ങ് ചെയ്തേക്കാന്ന് പറയും. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. ചെയ്യാമെന്ന് കംപ്ലീറ്റ് ബോധ്യമുള്ള ഒരു കാര്യമാണെങ്കിൽ നമ്മൾ ഒരു ഉറപ്പ് കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിൽ തന്നെ എടുക്കത്തുള്ളൂ. പാടുള്ളത് എടുക്കാൻ നമ്മുടെ ബ്രെയിൻ സമ്മതിക്കത്തില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചലഞ്ചായിട്ട് ഓക്കെ ഞാൻ അതൊന്ന് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് തന്നെ നമ്മൾ എപ്പോഴും ബിഗ് ആൻഡ് ബോൾഡ് ഡിസിഷൻ എടുക്കണം. പിന്നെ നമ്മളൊരു തീരുമാനം എടുത്തതിന് ശേഷം നമ്മൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. നമുക്കൊരു സ്വഭാവമുണ്ട്, നമ്മളെയൊക്കെ എന്തെങ്കിലും കുറ്റം പറ്റിയാൽ അത് ആരുടെയെങ്കിലും തലയിൽ വെച്ച് പെട്ടു, അപ്പോഴാ ഒരു സമാധാനം കിട്ടും. കാരണം ഞാൻ കാരണം അല്ലല്ലോ എന്ന് പറയുമ്പോൾ, നിങ്ങൾ അങ്ങനെ, ഞാൻ ശരിക്കും ഇങ്ങനെയാണ് തീരുമാനിച്ചത്, നിങ്ങൾ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് അതിലൊരു മാറ്റം വരുത്തിയെന്ന് പറയും. കാര്യം അവരങ്ങനെ ഞാൻ ശരിക്കും അങ്ങനെയാ ഒരു വഴി തെറ്റിയാൽ പോലും ആൾക്കാരെന്ത് പറയും, ഞാൻ ഈ വഴിയാ ഞാൻ ആദ്യമേ ഉദ്ദേശിച്ചത്, അപ്പൊ നിങ്ങൾ പറഞ്ഞ് ഈ വഴി പോയാൽ ശരിയാകുമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അങ്ങനെ പോയതാണ്. ഇനി നമ്മളൊരു വണ്ടിയെ കൊണ്ട് ഇടിച്ചാലും പറയും, ആ മനുഷ്യൻ ഇങ്ങോട്ട് കയറി വന്നു അതുകൊണ്ടാണ് ഞാൻ ഇടിച്ചതെന്ന് പറയും. കാരണം നമുക്കൊരിക്കലും നമ്മൾ ചെയ്ത തെറ്റുകളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ട് നമുക്ക് പറ്റൂല. അങ്ങനത്തെ ഒരു സ്വഭാവം നമുക്കുണ്ട്. അതെനിക്ക് തോന്നുന്നു കുഞ്ഞിലെ മുതൽ നമ്മൾ അങ്ങനെയാന്ന് തോന്നുന്നു. കാരണം ഈ നമ്മളെ പഠിപ്പിച്ചതേ അങ്ങനെയാ. നമ്മൾ മറിഞ്ഞു വീഴുമ്പോൾ താഴെ തറക്കിട്ടൊരു അടി കൊടുക്കും. അപ്പൊ കാരണം നമ്മൾ വീണതിന്റെ കുറ്റക്കാരൻ തറയാണെന്ന് നമ്മൾ കണ്ടുപഠിച്ചു. അല്ലെങ്കിൽ അങ്ങനെ കൊച്ചുകുട്ടികളെ സമാധാനിപ്പിക്കാൻ വേണ്ടി വേറൊരു സാധനത്തിനെ
അത് കണ്ടു വളരുന്ന ആൾക്കാരാണല്ലോ നമ്മളെല്ലാരും. അപ്പൊ നമുക്ക് എപ്പോഴും നമുക്ക് പറ്റിയ തെറ്റിനെല്ലാം വേറൊരാളെ ബ്ലെയിം ചെയ്യണം എന്നൊരു തോന്നല് നമ്മുടെ മനസ്സിൽ അറിയാതെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ഒരു തീരുമാനം എടുക്കുവാണെങ്കിൽ ഇത് എന്റെ തീരുമാനമാണെന്ന് പറയാനും അതിൽ ഉറച്ചു നിൽക്കാനും നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ ആ തീരുമാനത്തിൽ വരുന്ന സാഹചര്യങ്ങളും നമ്മൾ അനുഭവിക്കാനും നമ്മൾ തയ്യാറായിരിക്കും. ഇനി ടേക്ക് പ്രോആക്റ്റീവ് ആക്ഷൻ ആൻഡ് ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക്. അപ്പൊ നമ്മള് പെട്ടെന്ന് നമ്മൾ ഇത് ചെയ്യണം. നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം നടത്താൻ പോകുമ്പോൾ എടുത്തോളാം, അത് ചെയ്തോളാം എന്ന് പറഞ്ഞ് ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഇൻട്രസ്റ്റ് നഷ്ടപ്പെടും. ഒരു കാലാവധിയോ ഒരു പരിധിയോ ഇല്ലാത്ത ഒരു കാര്യവും ഒരിക്കലും നടക്കത്തുമില്ല. പിന്നെ നമ്മൾ അതിന്റെ ആ റിസ്കും എടുക്കാനായിട്ട് തയ്യാറാവും. നമ്മൾ എപ്പോഴും മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കണം ഡിസിഷൻസ്. പിന്നെ സെറ്റ് ഗോൾ ബിയോണ്ട് ദ കംഫർട്ട് സോൺ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ തീരുമാനം എടുക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ കംഫർട്ട് സോണിൽ നമുക്ക് പറ്റുന്ന അത്രയും ഉള്ള ഒരു ഗോൾ അല്ല നമ്മൾ എടുക്കേണ്ടത്. നമ്മുടെ കംഫർട്ട് സോണിന്റെ വെളിയിലുള്ളത് ഇത്രയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ഏരിയയിലാണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് പറ്റിയ ആൾക്കാരാണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ വലിയ സ്വപ്നങ്ങൾ കാണണമെങ്കിൽ നമ്മുടെ കംഫർട്ട് സോണിന്റെ വെളിയിൽ പോകണം. അതുപോലെ തന്നെ നമ്മൾ ഗോള് സെറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ എപ്പോഴും ലോങ് ടേമിൽ ഒരു ഗോള് സെറ്റ് ചെയ്യണം. എൻവിഷനിങ് ദ പിക്ചർ. നമ്മൾ എപ്പോഴും ആ സെറ്റ് ചെയ്ത ഗോളിനെ നമ്മൾ നോക്കിക്കാണണം. നമ്മൾ വിഷ്വലൈസ് ചെയ്ത് അത് നോക്കിക്കാണണം. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞു, അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് നമ്മൾ എപ്പോഴും നമ്മുടെ ഗോളിനെ വിഷ്വലൈസ് ചെയ്യണം. സെറ്റ് ചലഞ്ചിങ് ടൈം ഫ്രെയിം ഫോർ ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ടാസ്ക്. അതുപോലെ തന്നെ നമ്മൾ ഒരു ടൈം ഫ്രെയിം വെക്കണം. സമയം കൊടുക്കാത്ത ഒരു കാര്യവും ഒരിക്കലും നടക്കത്തില്ല. നമ്മൾ ഇന്ന സമയത്ത് ഒരു സ്ഥലത്ത് എത്തണം എന്ന് പറഞ്ഞാലേ നമുക്ക് ആ സമയത്ത് എത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എപ്പോഴെങ്കിലും പോയാൽ മതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം നടക്കും. നമ്മളോട് ഒരു കാര്യം പറയാം, ഒന്ന് തിരുവനന്തപുരം വരെ പോകണം. ശരി, എപ്പോഴാ പോകേണ്ടത്, എന്തിനാ പോകേണ്ടതെന്ന് നമുക്കൊരു വ്യക്തത വേണം. എന്നാൽ മാത്രമേ നമുക്ക് നടക്കത്തുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ഒരു ടൈം ഫ്രെയിം നമ്മൾ ഉണ്ടാക്കുന്ന ടാസ്കുകൾക്കും ഒബ്ജക്റ്റീവ്സിനും ഒക്കെ നമ്മൾ ഒരു ടൈം ഫ്രെയിം ഉണ്ടാക്കി വെക്കണം. അല്ലാതെ നമ്മൾ ടൈം ഫ്രെയിം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു ഗോൾ, എനിക്ക് എന്തെങ്കിലും ഒരിക്കലും ഒരാളാകണം, എന്തെങ്കിലും ഒരിക്കലും ഞാൻ വിചാരിച്ച സാധനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും നടക്കത്തില്ല. നമ്മൾ അത് എന്നുണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ മാത്രമേ ഏതൊരു കാര്യവും നമുക്ക് നടത്താനായിട്ട് പറ്റത്തുള്ളൂ. ഫോക്കസ് ഓൺ. നമ്മൾ അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ഫോക്കസ് എന്തായിരിക്കണം? പ്ലാനിങ് ആൻഡ് സ്റ്റാർട്ടിങ് സ്മോൾ. ഇപ്പോൾ ചെറിയൊരു കാര്യമാണെങ്കിൽ, ഞാൻ ഇതിനു മുമ്പും ഇതേ കാര്യങ്ങൾ പറയുമ്പോൾ കുക്കിംഗ്, ബിരിയാണി കുക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ മാത്രം കണ്ടുകൊണ്ടിരുന്ന കാര്യമല്ല. നമ്മൾ അടുപ്പ് കത്തിക്കാനെങ്കിലും പഠിക്കണം. അല്ലെങ്കിൽ എന്താ പറയുന്ന, ഒരു പാത്രം, ഏത് പാത്രം വെക്കണമെന്നെങ്കിലും നമ്മൾ ആദ്യം പഠിക്കണം. അപ്പൊ നമ്മൾ ചെറിയ കാര്യമാണെങ്കിലും നമ്മൾ തുടങ്ങണം. വാട്ട് യു വാണ്ട്, നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് അറിയണം. ഞാൻ പറഞ്ഞല്ലോ, ഒരു നമ്മളുടെ കംഫർട്ട് സോണിലോ നമുക്ക് പറ്റിയതോ ആയിട്ടുള്ളത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നമുക്ക് പറ്റുന്നതിനേക്കാൾ ഒരു പടിയെങ്കിലും മുമ്പില്. അപ്പൊ നമുക്ക് എന്താണ് വേണ്ടതെന്ന് അറിയണം. ഹയസ്റ്റ് വാല്യൂ ആക്ടിവിറ്റീസ്, അതും നമ്മൾ എപ്പോഴും നമ്മുടെ ലിമിറ്റിന് പറ്റിയതോ നമ്മളെ കൊണ്ട് ചെറിയ കാര്യങ്ങൾ ചെയ്യാതെ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നമ്മൾക്ക് എന്താണ് വേണ്ടെന്നുള്ള ആദ്യം വ്യക്തത വേണം. ഫോക്കസ് ഓൺ യുവർ സ്ട്രെങ്ത് ആൻഡ് എബിലിറ്റീസ്. നമുക്ക് എപ്പോഴും, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരുപാട് സ്ട്രെങ്ത്തുകൾ കാണും. നമ്മൾക്ക് ഒരുപാട് കഴിവുകളുള്ള ആൾക്കാരാണ് മിക്ക ആൾക്കാരും. പക്ഷെ നമുക്ക് നമ്മുടെ സ്ട്രെങ്ത്തിനെ കുറിച്ച് ഒരു അവയർനെസ് കാണത്തില്ല. പക്ഷെ എന്താണ് നമുക്ക് ഇല്ലാത്തത്, അത് നമുക്ക് ഇല്ലാത്തതും നമുക്കറിയാം, മറ്റുള്ളവർക്ക് ഇല്ലാത്തതും അറിയാം. അവരങ്ങനത്തെ കഴിവൊക്കെ ഉള്ളതാണെങ്കിലും ഇന്ന കഴിവുകളൊന്നും ഇല്ല എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ നമ്മുടെ കാര്യം, നമുക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടെങ്കിലും നമ്മൾ അതൊന്നും മനസ്സിലാക്കത്തില്ല. പക്ഷെ വേറെ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് നല്ലോണം മനസ്സിലാക്കുകയും നമുക്ക് ഓർത്തു വെക്കാൻ സാധിക്കുകയും ചെയ്യും. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള, ഇപ്പൊ കുട്ടികളുടെ കാര്യമാണെങ്കിലും നമ്മൾ ചോദിക്കുവാണെങ്കിൽ
നല്ലോണം പഠിക്കുമോ എന്ന് ചോദിച്ചാൽ അവരൊരു സബ്ജക്റ്റിന് വീക്ക് ആയിരിക്കും. പഠിക്കും, പക്ഷെ മാത്സ് അത്ര കൊള്ളത്തില്ല എന്നായിരിക്കും നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ഇംഗ്ലീഷിന് അത്ര പോരാ, ഇങ്ങനെ പറയും. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും വീക്ക്നെസ്സിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ സ്ട്രെങ്ത്തിലോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് നമ്മുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. കോൺസ്റ്റന്റ്ലി സറൗണ്ട് വിത്ത് യുവർ സെൽഫ് വിത്ത് ഇൻസ്പയറിംഗ്, മോട്ടിവേറ്റിംഗ് ആൻഡ് അംബീഷ്യസ് പീപ്പിൾ. അതും ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. നമ്മള് കൊച്ചിലെ മുതൽ നമ്മുടെ ഫ്രണ്ട് ആയിരുന്നു എന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ അങ്ങനെ പല ആൾക്കാരെയും നമ്മൾ ഇങ്ങനെ കൊണ്ട് നടക്കും. ബന്ധമൊന്നും പിരിയണം അല്ലെങ്കിൽ കൺസിഡർ ചെയ്യേണ്ടെന്നല്ല, പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, നമ്മൾ ആരോടാണ് സ്ഥിരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മളെ ഒരുപാട് ഇത് ചെയ്യും. ഇപ്പൊ ഞാൻ രാവിലെ ഇങ്ങനെ നടക്കാൻ പോകുമ്പോഴേ പല കടകളൊക്കെ അടച്ചേക്കുമായിരിക്കും. പക്ഷെ ഒരു പച്ചമരുന്ന് കടയുണ്ട്, മറ്റേ നമ്മുടെ ഈ എന്താ പറയുക, നാട്ടുമരുന്നുകളൊക്കെ കിട്ടുന്ന കടയില്ലേ, അതിന്റെ മുമ്പിൽ കൂടെ നടന്നു പോകുമ്പോൾ അതിന്റെ ഒരു സ്മെല്ല് കാണും. അവിടെ സാധനങ്ങളൊന്നും ഇല്ല, കട അടച്ചിരിക്കുവാണെങ്കിൽ ആ കടയുടെ മുമ്പിൽ കൂടെ നടക്കുമ്പോൾ അതിന്റെ മണം അടിക്കും. പൂക്കടയുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ പൂവിന്റെ മണം അടിക്കും. പച്ചക്കറി കടയുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ അവിടെ ആ പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ എടുത്തിട്ടിരിക്കുന്നതിന്റെ അതിന്റെ മണം അടിക്കും. അപ്പൊ എന്താണോ നമ്മൾ കൊണ്ട് നടക്കുന്ന, എന്താണോ നമ്മൾ ക്യാരി ചെയ്യുന്ന, അതിന്റെ മണം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അത് മുല്ലപ്പൂമ്പടി ഏറ്റു കിടക്കും കല്ലിനും ഉണ്ടാ സൗരഭ്യം എന്ന് പറയുന്നത് പോലെ, നമ്മൾ ആരുമായിട്ടാണോ നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത്, ആരുമായിട്ടാണോ നമ്മൾ കമ്പനി വെച്ചിരിക്കുന്നത്, അതെന്തായാലും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. നമ്മളെപ്പോഴും പല ആൾക്കാരും പറയും എൻ്റെ അടുത്ത്, അങ്ങനൊന്നും കണക്കാക്കണ്ട, ഞാൻ പുള്ളിയോട് സംസാരിക്കുന്നേ ഉള്ളൂ, അങ്ങനെ ഞാൻ പുള്ളി പറയുന്നൊന്നും കേൾക്കത്തൊന്നും ഇല്ല, അത് പിന്നെ എനിക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ടാ. പക്ഷെ നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ ആരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നോ അവരിലുള്ള ക്വാളിറ്റീസ് നമ്മളിൽ എന്തായാലും വരും എന്നുള്ളതിൽ ഒരു തർക്കവും ഇല്ല. അപ്പൊ നമ്മള് എപ്പോഴും നമ്മളെ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ വലിച്ചതാക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് പറയുന്ന ആൾക്കാരുമായിട്ടാണ് നമ്മൾ ബന്ധപ്പെടുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ടെങ്കിലും നമുക്ക് വളർന്ന് മേപ്പോട്ട് കയറാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മളത് അവെയർ ആയിരിക്കണം, ആരെടുത്താണ് ഞാൻ. അപ്പൊ നമ്മൾ തന്നെ നമ്മളെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫ്രണ്ട്സിന്റെ കാര്യം വിട്ടേക്ക്, ഒരു ദിവസം നമ്മൾ എന്തിനെ പറ്റിയാണ് കൂടുതൽ സംസാരിക്കുന്നതെന്ന് ഒരു 24 hours വാച്ച് ചെയ്താൽ നമുക്ക് തന്നെ മനസ്സിലാവും ഞാൻ എന്താ നമ്മളെ പറയുന്ന വാക്കുകളിൽ നിന്നോ നമ്മൾ പ്രവർത്തിക്കുന്നതിൽ നിന്നോ നമ്മൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. എന്ന് പറയുന്ന പോലെയാണ് നമ്മളിപ്പം ചില ആൾക്കാരുമായിട്ട് കൂടുമ്പോൾ നമ്മൾ അവരുടെ ആ വർത്താനങ്ങൾ ഒക്കെ സ്വീകരിക്കാനായിട്ട് നമുക്ക് ഇതുണ്ട്. ചില ആൾക്കാർ ഡിസ്കറേജ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഡിസ്കറേജ്ഡ് ആയിപ്പോവും. അപ്പൊ അത് ചെയ്യാതെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യുന്ന അങ്ങനത്തെ ആൾക്കാരുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. പിന്നെ എനർജി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അപ്പം അവരുടെ എനർജി നമ്മളെ ബാധിക്കും. Consistently reframe problems, find answers within the problems, expanding possibilities and perspectives. അപ്പം നമ്മൾ എപ്പോഴും നമ്മളുടെ ഒരു ഫ്രെയിം ഉണ്ടല്ലോ, നമ്മളുടെ ഒരു കാഴ്ചപ്പാട്, അത് വെച്ചായിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ ഫ്രെയിം ഒന്ന് ചേഞ്ച് ചെയ്യണം, നമ്മളുടെ ആ കാഴ്ചപ്പാടൊന്ന് മാറ്റണം, വേറൊരു ഫ്രെയിമിൽ കൂടെ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കണം. നമുക്കറിയാവുന്ന ഒരു മെത്തേഡ്, അല്ലെങ്കിൽ ഞാനതൊക്കെ നോക്കിയത് അതൊന്നും റെഡി ആകത്തില്ല എന്ന് പറയും. ചിലരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാനും നമുക്ക് തയ്യാറായിരിക്കത്തില്ല. ഇനി അത് തയ്യാറല്ലെങ്കിൽ തന്നെ ഇത് എനിക്കല്ലാതെ എങ്ങനെ മാറ്റാം എന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് ഇതിനൊക്കെ ആൻസർ കിട്ടും. പിന്നെ നമ്മളുടെ കാഴ്ചപ്പാടും മാറണം, പിന്നെ നമ്മുടെ പോസിബിലിറ്റീസ് വിപുലീകരിക്കുകയും വേണം, നമ്മളുടെ സാധ്യതകൾ നമ്മൾ നോക്കിക്കാണണം. അപ്പോൾ വേറൊരു കാഴ്ചപ്പാട്, ഇപ്പൊ ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ട്രഡീഷണൽ ആയിട്ട് നമ്മൾ പലരും പല മെത്തേഡുകളും ട്രൈ ചെയ്യും. അതിൽ നിന്നൊരു വ്യത്യാസമായിട്ട് നമ്മൾ ഒന്ന് ശ്രമിക്കാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മുടെ മനസ്സിൽ അങ്ങനെ വന്നു പോയിട്ടുള്ളതുകൊണ്ട്. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെ മാറാൻ പോകുമ്പോൾ തന്നെ മാതാപിതാക്കളോ മറ്റുള്ളവരോ ഒക്കെ പറയും, നമ്മൾ ഇതുവരെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, നമ്മുടെ വീട്ടിൽ ഇങ്ങനെയേ ഉള്ളൂ, പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയായിരുന്നു. ഇപ്പൊ ഹസ്ബൻഡും വൈഫും ഒക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ മതി എന്ന് പറയും. അമ്മായിയമ്മയും വരുമ്പോഴൊക്കെ പറയും, ഇനി പുതിയ മാറ്റങ്ങളൊന്നും വരുത്തണ്ട, ഇത് പണ്ട് മുതലേ ഞങ്ങളൊക്കെ ഇങ്ങനെയാ ചെയ്തിരുന്നത്. ഒരു പുതിയ മാറ്റത്തിനോ പുതിയ രീതിയിൽ ഒരു കാര്യം ട്രൈ ചെയ്യാനോ
നമ്മുടെ മനസ്സ് സമ്മതിക്കത്തില്ല, മറ്റുള്ളവരും സമ്മതിക്കത്തില്ല. പക്ഷെ അങ്ങനെയല്ല, എപ്പോഴും നമ്മൾ പുതിയ കാഴ്ചപ്പാടിൽ കൂടെ കാണാനായിട്ട് ശ്രമിക്കും. അപ്പം എല്ലാം നമുക്ക് പോസിബിൾ ആണ് എന്നുള്ള ഒരു രീതിയിലായിരിക്കണം നമ്മൾ. പറ്റത്തില്ല എന്നുള്ള, ഇമ്പോസിബിൾ എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. നമുക്ക് നമ്മളെല്ലാരും വർത്താനത്തിൽ പറയാറുണ്ടോ അതെനിക്ക് സാധിക്കത്തില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മൾ മനഃപൂർവ്വം നമ്മൾ അതിലിങ്ങനെ, ഓ ഞാൻ അങ്ങനെയാണോ പറഞ്ഞത് എന്ന് വിചാരിച്ചിട്ട്, ഇല്ല അത് പറ്റും എന്ന് അറ്റ്ലീസ്റ്റ് നമ്മൾ കള്ളമെങ്കിലും നമ്മുടെ മനസ്സിനോട് ഇങ്ങനെ പറയണം, ഇല്ല പറ്റും. കാരണം 2-3 വട്ടം കള്ളം പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സും അത് വിശ്വസിക്കും പറ്റും എന്നുള്ളത്. ക്യാപ്ചർ ഐഡിയാസ്. നമ്മൾ എപ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കാണുമ്പോഴും ഒക്കെ നമ്മൾ അതിൽ നിന്ന് ഐഡിയാസ് എടുക്കണം. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് ഉണ്ട്, നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയാം എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും അങ്ങനെ അത് തന്നെയല്ല. പുതിയ പുതിയ ഐഡിയാസ് എവിടെ കിട്ടിയാലും നമ്മൾ എടുക്കണം. ഇനി എല്ലാം നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുമില്ല, പക്ഷെ എന്നാൽ പോലും നമ്മൾ ഐഡിയാസ് എടുക്കണം. ഇനി നമ്മള് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പോലും ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാനോ ആവശ്യമുള്ളവർക്ക് ഉപകരിക്കാനോ കുറച്ച് കഴിഞ്ഞെങ്കിലും നമുക്ക് ഇന്ന രീതിയിൽ ചിന്തിച്ചാലോ എന്ന് വിചാരിക്കാനെങ്കിലും നമ്മൾ എടുക്കണം. നമ്മൾ ഓരോ ദിവസവും നമുക്ക് പല ഐഡിയാസും പല കാര്യങ്ങളൊക്കെ നമ്മൾ പല വഴികളിൽ നിന്ന് കിട്ടും, പക്ഷെ നമ്മൾ അതൊന്നും സ്വീകരിക്കത്തില്ല. അത് പൊതുവെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു ട്രഡീഷണൽ മൈൻഡ് അങ്ങനെയാണ്. നമ്മൾ ഇപ്പൊ ഒരു ക്ലാസ്സിനായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ ഒരു കാര്യം കേൾക്കാൻ എവിടെന്നെങ്കിലും പോയാൽ ശ്രദ്ധിക്കും. പക്ഷെ നമ്മുടെ യാത്രകളിലും നമ്മുടെ വഴികളിലും ചിലപ്പോൾ നമുക്കൊരു ഒരു മൃഗങ്ങൾ പെരുമാറുന്നതിൽ നിന്നും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളിൽ നിന്നും നമുക്ക് പലതും കിട്ടാനുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിൽ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് ആദ്യം വെക്കുക. ഇതിലൊക്കെ നമ്മൾക്ക് മിക്കപ്പോഴും അവെയർ ആയിരിക്കത്തില്ല. നമ്മൾ നമ്മളെ തന്നെ ബോധം കൊണ്ടുവരണം. നമ്മളത് സ്വീകരിക്കണം. നമ്മളിപ്പോ ഒരു യാത്ര പോവുകയാണ്, പലതും നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നൊക്കെ നമ്മൾ ആ മൈൻഡ്ഫുൾനെസ്സിലോട്ട് വരണം. എന്നാലേ നമുക്ക് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ തന്നെ നമ്മൾ അങ്ങനെ തന്നെ അങ്ങ് പോകും. Every day lot of good ideas are born and die quickly. Don't let ideas to escape, write them down. അതായത് നമ്മളിപ്പോ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പല ഐഡിയാസും വരും, പല ചിന്തകൾ വരും, അല്ലെങ്കിൽ എന്തെങ്കിലും കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ വരും. പക്ഷെ എന്താ ഒരു കുഴപ്പമെന്നറിയോ, കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ ഐഡിയാസ് അങ്ങ് പോകും. ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വരും. അത് നമ്മളിങ്ങനെ രാവിലെ ഓർക്കും. അത് കഴിയുമ്പോൾ പിന്നെ അടുത്ത നമ്മൾ ചായ കുടിക്കാൻ പോകും, അല്ലെങ്കിൽ ചായ ഇടാൻ പോകും, അല്ലെങ്കിൽ വേറെ കുട്ടികളുടെ കാര്യം നോക്കും. നമ്മൾ അതങ്ങ് വിടും, മനസ്സിൽ നിന്ന് വിടും. പിന്നെ ആരെങ്കിലും അത് പറയുമ്പോഴായിരിക്കും നമ്മൾ ഓർക്കുന്ന, ശരിയാണല്ലോ, ഞാൻ അന്ന് ഇത് ഓർത്തായിരുന്നു. എന്നിട്ട് നമ്മൾ പറയും, ഞാൻ അന്നേ ഇത് ഓർത്തായിരുന്നു, ഞാൻ പറയണമെന്ന് വിചാരിച്ചാന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഐഡിയാസ് കൊണ്ട് വേറെ ആൾക്കാർക്ക് പോവും, നമുക്കത് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്ന, നമുക്ക് വരുന്ന ഐഡിയാസോ അല്ലെങ്കിൽ നമുക്ക് വരുന്ന ചിന്തകളോ അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, ഇത് ഇപ്പൊ വലിയ വലിയ കണ്ടുപിടുത്തങ്ങളൊന്നും ആയിരിക്കത്തില്ല ഓരോരുത്തരും ചെയ്യുന്നത്, എന്നാലും നമുക്ക് തോന്നിയ കാര്യങ്ങൾ നമുക്ക് എഴുതിയിടാം. എപ്പോഴും നമ്മളൊരു നോട്ട്ബുക്ക് അല്ലെങ്കിൽ ചെറിയൊരു ഫ്ലാഷ് ബുക്ക് കൊണ്ട് നടക്കണം. എന്തെങ്കിലും ഒരു കാര്യം തോന്നിയാൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ, കാരണം ഈ ബുക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ ഐഡിയാസ് നിൽക്കത്തില്ല, എഴുതിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഓർക്കത്തില്ല. ചുമ്മാ ചെറിയ കാര്യമായിരിക്കും, വലിയ വലിയ സംഭവങ്ങളൊന്നും ആയിരിക്കത്തില്ല. നമ്മളിപ്പം വേണ്ട സാധനത്തിന്റെ ലിസ്റ്റ് എഴുതുവാണെങ്കിൽ പോലും ഒരു കയ്യിൽ ഒരു ബുക്ക് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുന്ന തൊട്ടടുത്തൊരു എഴുതാനുള്ള ഒരു റൈറ്റിംഗ് പാഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ആലോചിക്കുമ്പോൾ, ശരി നാളെ ഇന്ന സ്ഥലത്ത് പോകണം എന്ന് നമ്മൾ ചിലപ്പോൾ ആലോചിക്കും, പിന്നെ അത് നമ്മൾ വിട്ടുപോകും. പക്ഷെ എഴുതി വെക്കുവാണെങ്കിൽ മാത്രമേ നമ്മളത് ഓർക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐഡിയാസ് ആൾക്കാർക്ക് വരും. നമ്മൾ ഈ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉറങ്ങിക്കിടന്നപ്പോൾ സ്വപ്നത്തിലാണ് ഐഡിയാസ് കണ്ടത്. അവരതൊക്കെ അപ്പോൾ രാത്രി എണ്ണീറ്റ് എഴുതി വെച്ചത് കൊണ്ടാണ് അതൊക്കെ കണ്ടുപിടുത്തങ്ങളായിട്ട് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് പറയും. അപ്പൊ നമുക്കും ഒക്കെ രാത്രി ഒരുപാട് സ്വപ്നങ്ങൾ കാണും, നമ്മൾ എണ്ണീക്കും ഇന്നത് ഇങ്ങനെയെന്നൊക്കെ. പക്ഷെ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കത്തില്ല.
സ്വപ്നം കണ്ട് വെള്ളം കുടിച്ച് കിടന്നുറങ്ങും, അല്ലാതെ നമ്മൾ അതിനെപ്പറ്റി ഓർക്കത്തില്ല. ചില ആൾക്കാർ അത് രാത്രിയൊക്കെ എഴുതി വെക്കും. Good ideas need action. A good idea is not acted upon. It is a terrible psychology. നമുക്ക് ചില നല്ല ഐഡിയാസ് വരും. ചിലപ്പോൾ കണ്ടിട്ടില്ലേ, ചില കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് അത് നടപ്പിലാക്കിയില്ലെങ്കിൽ നമുക്കൊരു ഭയങ്കര ഒരു പെയിൻ ആയിരിക്കും. ഒരു അൺഫിനിഷ്ഡ് ടാസ്ക് നമുക്ക് എന്താ ചെയ്ത് തീർത്തില്ല എന്നുള്ള ഒരു വേദന നമുക്ക് വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഞാൻ നേരത്തെ ആക്സിലറേറ്റ് യുവർ ഐഡിയാസ് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഐഡിയാസ് നടപ്പിലാക്കാനായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ മാറ്റിവെക്കും. അതൊരു മെയിൻ കാര്യമായിരിക്കും. അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. നമ്മൾ വീട്ടിലുള്ള മറ്റുള്ള ജോലികൾ ചെയ്യും, അവിടെ പോകും, ഇവിടെ പോകും. പക്ഷെ എന്തോ ഒന്ന് നമ്മളെ ഇങ്ങനെ ഹോണ്ട് ചെയ്തോണ്ടേയിരിക്കും. നമുക്കൊരു സ്വസ്ഥത കിട്ടത്തില്ല. അതെന്തുകൊണ്ടായിരിക്കും? നമ്മൾ കംപ്ലീറ്റ് ചെയ്യാത്ത ഒരു കാര്യം നമ്മളെ ഇങ്ങനെ വേദനിപ്പിച്ചോണ്ടേയിരിക്കും. പിന്നെ നമ്മൾ എപ്പോഴും ഈ വലിയ സ്വപ്നങ്ങൾ കാണണം എന്ന് പറഞ്ഞ വലിയ സ്വപ്നങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ വലിയ സ്വപ്നങ്ങൾ നമുക്കുണ്ടായിരിക്കും. നമ്മൾ അത് ആ സ്വപ്നത്തിനെ ഉന്തിത്തള്ളി ഒരു സ്റ്റേജ് വരെ എത്തിച്ചും കാണും. പക്ഷെ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വലിയ ക്രൂഷ്യൽ സിറ്റുവേഷൻസ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒരു തടസ്സങ്ങളോ ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ അങ്ങ് വിടും. അപ്പൊ നമ്മള് ലിറ്റിൽ പീപ്പിൾ ഡ്രൈവ് യു ഡൗൺ, ചില ആൾക്കാരുണ്ട് നമ്മളെ സംസാരിച്ച് ചെറുതാക്കി കളയും. അപ്പോ അല്ലെങ്കിൽ ഒരുപക്ഷെ പർപ്പസ്ഫുള്ളി ആയിരിക്കും. ചില ആൾക്കാർക്ക് അതിനെ പറ്റിയുള്ള അവയർനെസ് ഒന്നും കാണത്തില്ല. അവര് മനഃപൂർവ്വം ഒന്നും നമ്മളെ ഉപദ്രവിക്കുന്നതല്ല. പക്ഷെ അവർ പറയും ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഒരാൾ തുടങ്ങാൻ പോവാന്നിരിക്കട്ടെ, അതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാവരും തുടങ്ങുന്നുണ്ടെന്നും ഇരിക്കട്ടെ. അപ്പൊ ഉടനെ ഒരാൾ ചുമ്മാ സംസാരിക്കുമ്പോ തന്നെ പറയാം, ആ പ്രൊഡക്റ്റ് അന്നൊക്കെ ഭയങ്കര ബൂമായിരുന്നു കേട്ടോ, ഇപ്പൊ അത് തുടങ്ങിയോണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല, അതിങ്ങനെ പിന്നെ എല്ലാം തുടങ്ങിയവരെല്ലാം പൊട്ടിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും നമ്മൾ ആ അത്രയും പൊക്കിക്കൊണ്ട് വന്ന ഡ്രീം ആയിരിക്കും അയാളുടെ ഒരു വാക്കുകൊണ്ട് പെട്ടെന്ന് ചെറുതാക്കി കളയുന്നത്. അപ്പോ നമ്മളെ മറ്റുള്ളവര് ചെറുതാക്കി കാണുകയോ നമ്മുടെ ഐഡിയാസിനെ ചെറുതാക്കി പറയുകയോ ഒക്കെ ചെയ്താലും നമ്മൾ വലിയ സ്വപ്നങ്ങൾ തന്നെ കാണണം. ആ സിറ്റുവേഷനിലും നമ്മൾ വലിയ സ്വപ്നം കാണാനുള്ള ധൈര്യം കാണിക്കണം. അതുപോലെ നമുക്ക് ചിലപ്പോൾ തോന്നും, ഓ അതിനൊന്നും എനിക്ക് കഴിവില്ല, അങ്ങനെയൊന്നും പറ്റത്തില്ല എന്ന് നമുക്ക് തോന്നും. ആ സമയത്തും നമ്മൾ വലിയ സ്വപ്നങ്ങൾ തന്നെ കാണണം. ചില സമയം നമുക്ക് തോന്നും, എനിക്ക് തന്നെ ഒരു എന്താ എനിക്ക് തന്നെ ഒരു ഡിസ്കസ്ഡ് ഫീലിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്തും നമ്മൾ ധൈര്യമായിട്ട് സ്വപ്നം കാണും. ഒരു ആർഗ്യുമെന്റ്, ഒരു വഴക്ക്, പല പല കാര്യങ്ങളും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വരിക, ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മൾ ഡെയർ ടു ഡ്രീം ബിഗ്. അപ്പോഴും നമ്മൾ വലിയ സ്വപ്നങ്ങൾ തന്നെ കാണണം. നമ്മള് എന്താ പറയുന്നത്, നമ്മളെ മറ്റുള്ളവര് തർക്കിച്ച് തോപ്പിക്കുക, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ എല്ലാ മനുഷ്യർക്കും ഒരു ഇതുണ്ട്, ഒരു ജനറൽ സ്വഭാവമുണ്ട്. നമുക്കെതിരെ വരുന്ന വാക്കുകളും അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും നമുക്ക് അതുവരെ കൊണ്ടുവന്ന കാര്യങ്ങള് നിർത്തിയിട്ട് പോകാനായിട്ട് നമുക്ക് തോന്നും, ഒന്നും വേണ്ട, എനിക്കൊരു സ്വസ്ഥത മതി. ഇങ്ങനെ നമുക്ക് തന്നെ പലപ്പോഴും പല കാര്യങ്ങളിലും നമുക്ക് തോന്നാറുണ്ട്, ഇതൊന്നും വേണ്ട, എനിക്ക് മനുഷ്യന് മനസ്സമാനം വേണം എന്ന് തോന്നും, ഒരു സ്വപ്നവും ഇല്ലാന്ന് തോന്നും. ഇപ്പം ഈ കോവിഡിന്റെ സമയത്തൊക്കെ ഒരുപാട് വലിയ ബിസിനസ് ഉള്ളവരും ഒക്കെ മറ്റും നാട്ടിൽ പോകാൻ പറ്റൂല, അല്ലെങ്കിൽ ഇത്രയും ബിസിനസ് ഉണ്ടാക്കിയിട്ടും ഒരു അസുഖം കൊണ്ട് ഒരാൾക്ക് വയ്യല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അസുഖം പിടിക്കാത്ത പല ആൾക്കാരും ആ ബിസിനസ് ഒക്കെ ഇട്ടിട്ട് അവിടെ നിന്ന് വന്നു. കുറച്ച് നാൾ പിടിച്ചു നിൽക്കാൻ അവർക്ക് പറ്റില്ല, പെട്ടെന്ന് ഇതിലാക്കണ്ട, ഇങ്ങനെ ഒരു അസുഖം വന്നാൽ മതിയല്ലോ എല്ലാം തീരുമെന്ന്. എന്നിട്ട് ചില ആൾക്കാരൊക്കെ ആ ബിസിനസ് ഏറ്റെടുത്ത് നടത്തി പിന്നെ ഭയങ്കര സക്സസ്ഫുൾ ആയപ്പോ പിന്നെ തിരിച്ച് നാട്ടിൽ നിന്ന് വീണ്ടും കയറി അവരോട് വഴക്കിടാൻ വന്നു. അവർ വേണ്ടാന്ന് പറഞ്ഞിട്ടിട്ട് പോയതായിരിക്കും പല കാര്യങ്ങളും. അങ്ങനെ അതൊക്കെ നമുക്ക് പെട്ടെന്ന് തോന്നുന്ന, നമ്മളെ തന്നെ എന്താ പറയുന്നത്, നമ്മളെ തന്നെ നമ്മൾ കുഞ്ഞാക്കി ചിന്തിക്കുന്നതാണ്. ശരി, ഒരസുഖം വന്നു അത് മാറും, എല്ലാം മാറുന്ന ഒരു കാലമുണ്ട്, അല്ലെങ്കിൽ അത് ശരിയാവും,
അതുവരെ നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാൻ ചിന്തിക്കാതെ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കുകയും നമ്മൾ ഉടനെ തന്നെ ഡൗൺ ആവുകയും ചെയ്യുന്നതിന് എക്സാമ്പിൾ അത്. അങ്ങനെയാണല്ലോ പല കാര്യങ്ങളിലും നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത്. ഓ ശരി, ഇനി എന്തോന്ന് എന്ന് ചിന്തിക്കും. പക്ഷെ ഇനി എന്തോന്ന്, എന്തെല്ലാം നമുക്ക് സംഭവിച്ചാലും ഇനിയും ഉണ്ട് മുമ്പോട്ട്, ഇനിയും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ. അതെല്ലാം നമുക്ക് ഹീലാവും. ഒരു ദിവസം നമുക്ക് അതെല്ലാം മാറി തന്നെ പറ്റത്തുള്ളൂ. When romance starts to slip there to dream it. നിങ്ങൾ ഇനി നിങ്ങളുടെ പ്രണയം നഷ്ടപ്പെട്ടാലും നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ സ്വപ്നം കാണുക, വലിയ സ്വപ്നങ്ങൾ തന്നെ കാണുക. ഇനി പണ്ടത്തെ അത്രയും സ്നേഹം ഇപ്പൊ ഇല്ല മനുഷ്യർക്ക് എന്ന് തോന്നും. ചിലപ്പോ ബന്ധുക്കൾക്കെല്ലാം ഒരു അകൽച്ചയാണ് നമ്മളോടെന്ന് തോന്നും. അങ്ങനെയൊക്കെ തോന്നിയാലും നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിൽ തന്നെ പിടിച്ചു നിൽക്കണം. വെൻ യു ഫീൽ യുവർ പ്രോഗ്രസ് ഓൺ ദ ജോബ് ഇസ്, പണ്ടത്തെ പോലെയല്ല, എനിക്കിപ്പോ പഴയ പെർഫോമൻസ് ഒന്നും ഇല്ല, പണ്ടത്തെ പോലെയല്ല, എനിക്കിപ്പോ വയ്യ, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമുക്ക് നമ്മളെ തന്നെ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും. അപ്പോഴൊക്കെ നമ്മൾ ധൈര്യമായിട്ട് നമ്മുടെ സ്വപ്നം കണ്ടിന്യൂ ചെയ്യണം. തിങ്സ് യു ക്യാൻ ഡു ഡിഫീറ്റ് ഹെൽത്ത് എക്സ്ക്യൂസസ്. നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു എക്സ്ക്യൂസ് ആണ്, ഓ എനിക്ക് വയ്യായിരുന്നു, എനിക്ക് മുട്ടുവേദനയായിരുന്നു, എനിക്ക് ഇതായിരുന്നു എന്നൊക്കെ പറയും. പക്ഷെ ആ എക്സ്ക്യൂസസ് വെക്കാതെ നമുക്ക് പെരുമാറണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ബി ജെന്യുവൻലി ഗ്രേറ്റ്ഫുൾ ദാറ്റ് യുവർ ഹെൽത്ത് ഈസ് ആസ് ഗുഡ് ആസ് ഇറ്റ് ഈസ്. റിമൈൻഡ് യുവർ സെൽഫ് ഓപ്പൺ ഇറ്റ് ഈസ് ബെറ്റർ ടു വെയർ ഔട്ട് ദാൻ റെസ്റ്റ് ഔട്ട്. അതായത് നമ്മളുടെ ആരോഗ്യത്തിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തിനാണ് നമ്മൾ തന്നെ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് നടക്കാതിരിക്കാനായിട്ട്. ഓ എനിക്ക് വയ്യായിരുന്നു എന്ന് പറയാം, വയ്യാതാകാൻ നമുക്ക് എന്ത് ചെയ്യാം എന്ന് നമ്മൾ ചിന്തിക്കണം. ഐ മീൻ വയ്യാതാകാൻ എന്നല്ല, ഹെൽത്തി ആയിട്ടിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ശരി, എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, അപ്പൊ ഇന്ന പ്രശ്നത്തിൽ നമുക്ക് മാറണം, അതൊരു എക്സ്ക്യൂസ് ആയിട്ട് നമ്മൾ എടുക്കത്തില്ല എന്ന് നമ്മൾ വിചാരിക്കണം. അതുപോലെ നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്, എപ്പോഴും വർക്ക് ചെയ്യുന്നതാണ് തുരുമ്പ് പിടിക്കുന്നതിനേക്കാളും നല്ലത്. വർക്ക് ചെയ്യുമ്പോൾ തേയ്മാനങ്ങളൊക്കെ ഉണ്ടാകും, അത് കുഴപ്പമില്ല. തുരുമ്പിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും വർക്ക് ചെയ്യുന്നതാണ് എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ പഠിപ്പിക്കേണ്ടത്. യു ആർ ഓൺലി ആസ് ഓൾഡ് ആസ് യു ഫീൽ. നിങ്ങൾക്ക് നിങ്ങൾ എത്ര വയസ്സാണ് ഇട്ടിരിക്കുന്നത് അത്രയുമാണ് നിങ്ങളുടെ വയസ്സ്. കാരണം നമ്മൾ തന്നെ വയസ്സെടുത്ത് പറഞ്ഞിട്ട് നമ്മൾ വയസ്സാകാൻ ശ്രമിക്കും. ഓ ഇപ്പൊ നമുക്ക് 10-70 വയസ്സായി, ഇനി എന്തോന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ നമ്മളെ പറഞ്ഞ് ഓർമ്മിപ്പിക്കും. ഞാൻ പറഞ്ഞല്ലോ, എന്താണ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് അതാണ് നമ്മുടെ മനസ്സും കേൾക്കുന്നത്, നാട്ടുകാരും കേൾക്കുന്നത്, സമൂഹവും കേൾക്കുന്നത്. അപ്പൊ നമുക്ക് ചിലപ്പോ അത്രയും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കത്തില്ല. പക്ഷെ 10-70 വയസ്സായി എന്ന് നമ്മൾ പറഞ്ഞ് അത് നമ്മളെ തന്നെ ഓർമ്മിപ്പിച്ച് നമ്മളങ്ങ് സ്വയം വയസ്സാകാൻ തയ്യാറാകും ചില ആൾക്കാർ. അപ്പൊ അങ്ങനെ ചെയ്യരുത്. പിന്നെ ചില ആൾക്കാരുണ്ട് നല്ലോണം വർക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നവരായിരിക്കും, ഇനി റിട്ടയർമെന്റ് ലൈഫ്, ഇനി ഞാൻ റിട്ടയർ ചെയ്തു, അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യണ്ട, സ്വയം അങ്ങ് തീരുമാനിക്കും, അന്ന് മുതൽ ഞാൻ ഇനി ഒന്നും ജോലി ചെയ്യുന്നില്ല, റിട്ടയർമെന്റ് കഴിഞ്ഞാലും വേറെ എന്തെങ്കിലും ചെയ്യാം. ചില ആൾക്കാർ അതുപോലെ അസുഖങ്ങളൊക്കെ വന്നാല്, ഏതെങ്കിലും അസുഖങ്ങളൊക്കെ വന്നതിന് ശേഷം പറയും, ഇപ്പൊ ഞാനൊന്നും ചെയ്യുന്നില്ല, പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല, ഞാൻ അറിഞ്ഞില്ലായിരുന്നോ, എനിക്ക് ഒരു അറ്റാക്ക് ഒക്കെ വന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അതോടുകൂടി നിർത്തുവാണ് ചെയ്യുന്നത്. എന്നിട്ട് രോഗിയായിട്ട് ജീവിക്കാൻ നമ്മൾ സ്വയം തയ്യാറെടുക്കുകയാണ്, അല്ലെങ്കിൽ വയസ്സന്മാരായിട്ട് ജീവിക്കാനായിട്ട് നമ്മൾ സ്വയം തയ്യാറെടുക്കുകയാണ്. അപ്പോ നമുക്കിട്ട് നമ്മളെ ഓർമ്മിപ്പിച്ച് എടുക്കുന്നതാണ് ഏജ്. വയസ്സ് ഓരോ വർഷം കഴിയുമ്പോൾ കൂടും, അതിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അതിനെ നമ്മൾ കുറച്ചും കൂടെ ഇങ്ങനെ പുഷ് ചെയ്ത് അത്ര ആയി എന്ന് പറഞ്ഞ് നമ്മൾ ഒന്നിൽ നിന്നും മാറി നിൽക്കരുത്. മാൻസ് പ്രൊഡക്റ്റീവ് ഇയർ സ്ട്രെച്ച് ഫ്രം 20 മുതൽ 70 വരെ ആണ് ഒരു മനുഷ്യന്റെ പ്രൊഡക്റ്റീവ് ഏജ്. ഓൾഡ് ഏജ് ഇസ് എ ഫെയിലിയർ ഡിസീസ്, ഡിഫീറ്റ് ഇറ്റ് ബൈ റെഫ്യൂസിങ്, ലെറ്റ് ഇറ്റ് ഹോൾഡ് യു ബാക്ക്, ഡോണ്ട് ബി ഏജ് കോൺഷ്യസ്. അപ്പൊ എപ്പോഴും നമ്മൾ ഏജിനെ പറ്റി ഒരു കോൺഷ്യസ് ആയിട്ട് ഇരിക്കാൻ പാടില്ല. നമ്മള് ഇപ്പോ ഞാൻ പറയാം, ഞങ്ങളുടെ വീട്ടില് ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട്. പുള്ളി കൃത്യമായ വയസ്സ് പുള്ളിക്ക് അറിയത്തില്ല. കുറെ വർഷം കൊണ്ട് അണ്ണൻ എടുത്ത് ചോദിച്ചാൽ അണ്ണൻ പറയുന്നത് 37. നമ്മൾ ചോദിക്കാറില്ല, ആരെങ്കിലും OP ടിക്കറ്റ് ഒക്കെ എഴുതുമ്പോൾ അണ്ണൻ പറയുന്നത് 37 ആയി എന്ന് പറയും.
അപ്പൊ ഇപ്പൊ ഞാൻ 12 വർഷം കണ്ടായിട്ട് 37 കേൾക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും 37 പറയുന്നത്. പക്ഷെ പുള്ളിയുടെ ഏജ്, മെന്റൽ ഏജ് അതാണ്. എപ്പോഴും എന്താ പറയുന്നത്, ആ 37-40 ആയ മാതിരിയാണ് പുള്ളി പെരുമാറുന്നത്. കാരണം പുള്ളിയുടെ മനസ്സിൽ ആ മെന്റൽ ഏജ് 37 ആണ്. അങ്ങനെ അതിലും വയസ്സ് കൂടിപ്പോയതായിട്ടല്ല. അപ്പൊ എല്ലാരും കുറച്ച് യങ്ങായിട്ടാണ് പുള്ളിയെ കാണുന്നതും. എല്ലാരെയും പുള്ളി ചേട്ടാന്നൊക്കെ വിളിക്കും. അപ്പൊ ആ രീതിയില് ഞാനെപ്പോഴും പറയും ഷാജിയുടെ വയസ്സ് ആണ്. ഷാജിയുടെ ഇട്ടിരിക്കുന്ന വയസ്സൊക്കെ എല്ലാരും എന്നോട് ചോദിക്കും എത്ര വയസ്സായി. ഞാൻ പറയാം അണ്ണൻ ഇട്ടിരിക്കുന്നത് 37 ആണ്. 37 രീതിയിലാണ് പുള്ളിയുടെ മനസ്സ്. എന്ന് പറഞ്ഞതുപോലെ നമ്മള് വയസ്സായി എന്ന് പറഞ്ഞ് നമ്മൾ അതൊരു ഫെയിലിയർ ഡിസീസ് എന്ന് വെച്ചാൽ നമ്മൾ തന്നെ നമുക്കൊരു വയസ്സിട്ട് നമ്മൾ മാറി നിൽക്കുകയാണ്. ഇപ്പൊ ഈ പിക്ചറിൽ തന്നെ അദ്ദേഹം കുറച്ച് പുറകിലോട്ട് മാറിയിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഞാൻ വയസ്സായി, ഞാനിപ്പോ ഇതിലൊക്കെ ഇടപെടണോ എന്ന് പറഞ്ഞ് സ്വന്തം നമ്മൾ മാറി നിൽക്കരുത്. എപ്പോഴും ഈ സമൂഹത്തിൽ നമ്മൾ ജീവിച്ച് നിൽക്കണമെങ്കിൽ തന്നെ നമ്മളെ ഒന്ന് മുമ്പോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. പിന്നെ നമ്മൾ വയസ്സായി എന്ന് പറഞ്ഞ് മാറി നിന്നാൽ ആരും നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല. പുള്ളി വയസ്സല്ലേ, പുള്ളിയെ റെസ്റ്റ് എടുത്തോട്ടെ എന്ന് പറഞ്ഞ് നമ്മളെ നീക്കി നിർത്തത്തേ ഉള്ളൂ. അപ്പൊ ചിലപ്പോൾ ഒരുപക്ഷെ ചില സാഹചര്യങ്ങളിൽ വയസ്സായവർ മാറി നിൽക്കേണ്ടി വരും. പക്ഷെ ഒരിക്കലും സ്വയം നമുക്ക് തന്നെ അങ്ങനെ മാർക്കിട്ട് മാറ്റി കൊടുക്കും എപ്പോഴും. പിന്നെ എത്ര വയസ്സായാലും ലുക്ക് അറ്റ് യുവർ പ്രസന്റ് ഏജ് പോസിറ്റീവ്ലി. നമ്മൾ അതിനെ പോസിറ്റീവായിട്ടേ കാണാവുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ കമ്പ്യൂട്ട് ഹൗ മച്ച് പ്രൊഡക്റ്റീവ് ടൈം യു ഹാവ് ലെഫ്റ്റ്. ഇപ്പൊ നമ്മള് ചിന്തിച്ചു നോക്കേണ്ട എന്താന്ന് വെച്ചാല്, കാൽക്കുലേറ്റ് ചെയ്തേണ്ട എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് എന്തോരം പ്രൊഡക്റ്റീവ് ടൈം ഉണ്ട്. നമ്മളുടെ യങ് ഏജില് നമ്മൾ യങ്ങാണെന്ന് പറഞ്ഞാലും നമുക്ക് കുട്ടികളെ നോക്കാനുണ്ട്, നമ്മുടെ ജോലികൾ ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്, പഠിപ്പിക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് നമ്മൾ ബിസി ആയിരിക്കും. അപ്പൊ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ കാണും. ചിലർക്ക് തയ്ക്കണമെന്ന് കാണും. ഇപ്പൊ ചിലർക്ക് ഡ്രോയിങ് ഇഷ്ടമുണ്ടായിരിക്കും. ഇപ്പൊ ലതാ മനോഹരൻ ഡോക്ടറൊക്കെ ഇന്നാള് പുള്ളിക്കാരെ ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നടത്തുമ്പോഴത്തേക്കും ക്യാമറ ഓൺ ചെയ്ത് വെച്ച് എപ്പോഴും ഈ പ്രോഗ്രാം ഒക്കെ ഇങ്ങനെ അറ്റൻഡ് ചെയ്ത് ക്ലാസ് ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഫേസ്. അപ്പൊ പുള്ളിക്കാരി ഇന്നാൾ പറഞ്ഞ് ഡ്രോയിങ് ഒക്കെ ഇപ്പൊ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ, അങ്ങനെ എന്ന് പറഞ്ഞതുപോലെ ചില സമയത്ത് നമ്മൾ മക്കളെയൊക്കെ വളർത്തുന്ന ബിസിയിലൊക്കെ നമുക്ക് നമ്മളുടെ ഒരുപാട് കഴിവുകളൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അതൊക്കെ കഴിയുന്ന ഒരു സമയത്ത് നമ്മൾ കുറച്ച് ഫ്രീ ആകുമ്പോൾ നമ്മളുടെ ആ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനായിട്ട് നമുക്ക് എടുക്കാം. ചിലർക്ക് ഡ്രോയിങ് ഇഷ്ടമായിരിക്കും, ചിലർക്ക് തയ്യൽ ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഡാൻസ് പഠിക്കണമെന്ന് ആഗ്രഹം കാണും, ചിലർക്ക് എഴുതണമെന്ന് കാണും. അപ്പം ഇപ്പൊ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റീവ് ടൈം ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഒരു നൈബർ ഒരു ചേച്ചി എടുത്ത് പറഞ്ഞു ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ മക്കളെയൊക്കെ കല്യാണം കഴിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ ചേച്ചിക്ക് ഇപ്പൊ പൊയ്ക്കൂടെ, ഇപ്പം ഫ്രീ ആയല്ലോ, നിങ്ങൾ രണ്ടുപേരും ഫ്രീ ആണല്ലോ, പോകാൻ പറഞ്ഞപ്പോ പുള്ളിക്കാരി പറഞ്ഞു വേണ്ട, ആഗ്രഹിച്ചപ്പോഴൊന്നും പോയില്ലേ, ഇനിയിപ്പോ പോകുന്നില്ല. നമ്മളോട് തന്നെ വാശി പിടിച്ചിട്ട് അപ്പൊ ഇപ്പൊ പോകാൻ ചാൻസ് ഉണ്ട്, അപ്പൊ നമ്മൾ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ ഒരു പ്രായമുണ്ട് ജിനി. ആ സമയത്ത് പോണമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ശരിയാണ്, ആ സമയത്ത് വേറെ സ്വപ്നങ്ങളും ഈ സമയത്ത് വേറെ സ്വപ്നങ്ങളുമാണ്, സത്യമാണ്, ഇല്ല എന്നല്ല. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഇപ്പൊ ഒരുപാട് സമയമുണ്ടല്ലോ നമുക്ക് ചെയ്യാനുള്ള. ചില ആൾക്കാർക്ക് ഇപ്പോഴായിരിക്കും പൈസ ഉണ്ടാകുന്നത്, അപ്പൊ പൈസ ഉണ്ടല്ലോ അപ്പൊ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ നമ്മുടെ ഏജിനെയും നമ്മുടെ പ്രസന്റിനെയും നമ്മൾ പോസിറ്റീവായിട്ട് കാണുകയും ഇപ്പൊ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റീവ് ടൈം ഉണ്ടല്ലോ, ഞാൻ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് അതെല്ലാം നമുക്ക് ചെയ്യാം. ഇൻവെസ്റ്റ് യുവർ ഫ്യൂച്ചർ ടൈം ഫോർ ഡൂയിങ് വാട്ട് യു റിയലി വാണ്ട് ടു ഡു. ഇപ്പൊ നമ്മള് ജോലി ചെയ്തത് ചിലപ്പോൾ ഇഷ്ടമുള്ള ജോലി ആയിരിക്കണമെന്നില്ല, കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്തേ പറ്റത്തുള്ളൂ എന്നായിരിക്കും. നമ്മൾ സെലക്ട് ചെയ്ത ഒരു ഫീൽഡ് വേറെ ആയിരിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിൽ എബ്രഹാം ലിങ്കന്റെ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. അതില് പറയുന്ന ആൻഡ് ഇൻ ദ എൻഡ് ഇറ്റ് ഈസ് നോട്ട് ദ ഇയേഴ്സ് ദാറ്റ് യുവർ ലൈഫ് ദാറ്റ് കൗണ്ട് ആൻഡ് ദ ലൈഫ് ഇൻ യുവർ ഇയേഴ്സ്. അതായത് നമ്മൾ എത്ര വർഷം ജീവിച്ചിരുന്നു എന്നുള്ളതല്ല, നമ്മൾ ആ ജീവിച്ച വർഷം എങ്ങനെ ജീവിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അല്ലെങ്കിൽ ആ വർഷങ്ങളിൽ എത്ര കാലം നമ്മൾ ജീവിച്ചു, നമ്മളായിട്ട് ജീവിച്ചു, നമുക്ക് ഇഷ്ടപ്പെട്ടത് അനുഭവിച്ച് ജീവിച്ചു, നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ആളുകൾ ചിന്തിക്കത്തുള്ളൂ. ഇപ്പൊ നമ്മളെല്ലാവരും മരിച്ചു പോകും. അപ്പൊ എല്ലാവരുടെയും മനസ്സിൽ വലിയ വലിയ കണ്ടുപിടുത്തങ്ങളും ശാസ്ത്രജ്ഞനും ഒന്നും ആകണമെന്നില്ല,
നമ്മൾ ചെയ്ത ഒരു നല്ല കാര്യം ഒരു ചെറിയ ഒരു മനസ്സിലെങ്കിലും ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരുന്നു എന്ന് മറ്റുള്ളവർ ഓർക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഇച്ചിരി പണിയെടുക്കണം. അതിനു വേണ്ടി എന്ന് പറഞ്ഞ് പണിയെടുക്കണമെന്നല്ല, സിൻസിയറായിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട് ഈ ലോകത്ത്. നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഓർമ്മകൾ ഒരിക്കലും മരിക്കത്തില്ല, മനുഷ്യന്മാർ മാത്രമേ മരിച്ചു പോകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്കും മറ്റുള്ളവർക്കൊക്കെ ഓർത്തു വെക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ. ഞാൻ ഇതിപ്പോ 3 ക്ലാസ് ആയിട്ടാണ് എടുത്തത്. അപ്പൊ എപ്പോഴും വലിയ സ്വപ്നങ്ങൾ കാണുക. ആൻഡ് ഡോക്ടർ മനോഹരൻ ക്യാമറ ഓൺ ചെയ്തിരിക്കുന്നുണ്ട് മാഡത്തിന് പകരമായിട്ട്. താങ്ക് യു. അപ്പോ എത്ര മണിയായി ഡോക്ടർ? 18 10:18. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ബാക്കി ആയതുകൊണ്ട് ഇത്രയും കൊണ്ട് തീർന്നു ക്ലാസ്. ഞാൻ ഇത് സ്ലൈഡ് സ്റ്റോപ്പ് ചെയ്യാം. ഒരു പരമ്പരയായിട്ട് തുടർന്ന് വന്നുകൊണ്ടിരുന്ന ക്ലാസ് ആ ഒരു വിഭാഗം ഇന്നത്തെ കൊണ്ട് അതാ ഇന്ന് തീർന്ന്. മറ്റേ സീരിയല് തീർന്ന പോലെ തുടർക്കഥയായിരുന്നു. അവസാന ഭാഗമായിരുന്നു. അപ്പൊ ഇതുവരെയുള്ള ഈ വലിയ വലിയ സ്വപ്നങ്ങൾ കാണൂ എന്നുള്ള സ്വപ്നങ്ങൾ കണ്ടാൽ മാത്രം പോരാ, അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. അതിനുള്ള ടിപ്സ് ആണ് ഡോക്ടർ ഇന്ന് പറഞ്ഞത്, എന്തൊക്കെയാണ് അതിനോടൊപ്പം നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ അജിനി ഡോക്ടറോട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം. അപ്പൊ അതിനൊക്കെ ഉള്ള സമയമാണ്. സമയം ഇഷ്ടം പോലെ ഉണ്ട്. ഈ 10 മിനിറ്റ് ഉണ്ട്. ആർക്കെങ്കിലും ഹാൻഡ് റൈസ് ചെയ്ത് ഈ വിഷയത്തിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പറയാം. മനോഹരൻ സാറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ബാക്കിയുള്ളവരും വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് എന്തെങ്കിലുമൊക്കെ പറയുക. അൺമ്യൂട്ട് ചെയ്തോളൂ സാർ. എനിക്കൊന്ന് ട്രൈ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ. ഞാൻ കോ ഹോസ്റ്റ് ആക്കാം സാർ. ഓക്കെ. സംസാരിക്കാം സാറേ. മനോഹരൻ സാറേ, എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുണ്ടോ മാഡം? പറഞ്ഞോളൂ. പറയട്ടെ മാഡം. ഞാൻ അവിടെ കറണ്ട് ഇല്ലായിരുന്നു. ഇപ്പൊ ഞാൻ എമർജൻസിയിൽ ഇരുന്നാ കണ്ടുവന്നിരുന്നത്. മാഡം, ഞാൻ അജിനി ഡോക്ടറെ ക്ലാസ്സുകള് പിന്നെ വൈഫ് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് വീട്ടിൽ എപ്പോഴും പറയാറുമുണ്ട്. അപ്പോൾ ഇന്ന് ക്ലാസ് മാഡത്തിന്റെ ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ കയറി. എന്നാലും ഞാൻ ഇടയ്ക്ക് എനിക്ക് കയറാൻ സമയമുള്ളപ്പോഴൊക്കെ കയറാൻ ഇഷ്ടമാണ്. പിന്നെ മാഡത്തിന്റെ ഈ മോട്ടിവേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഏറ്റവും നല്ലതാണ്. കാരണം സ്വപ്നങ്ങൾ നമ്മൾ ഏറ്റവും വലിയ രീതിയിൽ കാണുന്നതാണ് എപ്പോഴും നല്ലത്. ഞാൻ കുറെ ഇന്റർനെറ്റിന്റെ കുഴപ്പം, കറണ്ട് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. നെറ്റ് പോയി. മനോഹരൻ സാറിന്റെ നെറ്റ് തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് അമ്പാടിയമ്മേ നെറ്റ് വന്നോ? മനോഹരൻ സാറിന് സംസാരിക്കാമോ? സാർ നേരത്തെ സംസാരിക്കാം മാഡം. കേൾക്കുന്നുണ്ടോ മാഡം? ഇടയ്ക്ക് വെച്ച് ഒരു ചെറിയ ബ്രേക്ക് വന്നു. കേൾക്കാമോ മാഡം? ഇപ്പൊ കേക്കാം. ഞാന് അപ്പൊ ഈ നമ്മൾ വലിയ രീതിയിൽ ചിന്തിക്കാൻ പറയുമ്പോൾ ആദ്യമേ എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് എന്റെ വൈഫിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് പണ്ട്. അപ്പൊ എന്നോട് പറയാം, ഹോസ്പിറ്റൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അഡ്മിഷനോട് കൂടി തന്നെയുള്ള ഒരു ഹോസ്പിറ്റലാണ് നമുക്ക് തുടങ്ങാൻ. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പം ലാബ് ഉണ്ടായിരുന്നു, അറ്റാച്ച്ഡ് ആയിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ IP അറ്റാച്ച് ചെയ്യണമെന്ന് പറഞ്ഞൊരു ഏറ്റവും മിനിമം 10 കിടക്കെങ്കിലും നമുക്ക് അന്ന് 85-ലാണ് മാഡം പറയുന്നത്. അപ്പൊ ആ 85-ൽ ഒരു 10 ബെഡോട് കൂടിയുള്ള ഹോസ്പിറ്റലാണ് സ്വപ്നം കണ്ടത്. പക്ഷേ അതിന് ശേഷം ഈ 2001-ല് ഹാർട്ടിന് പ്രശ്നമായിട്ട് പിന്നെ ശരിക്കും പറഞ്ഞാൽ അന്ന് പോലെ നമ്മൾ തകർന്നു പോയി. പക്ഷെ എന്നാലും പിന്നെ മറ്റേ ഡൈയുടെ റിയാക്ഷൻ ആൻജിയോഗ്രാം ചെയ്തപ്പോൾ ഉണ്ടായത് കൊണ്ടാണ് പിന്നീട് നമ്മൾ മെഡിസിൻ ഒന്നും തന്നെ എമർജൻസിക്ക് വന്നാൽ പോലും നമ്മുടെ മരുന്ന് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഡോക്ടർ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു
ചോദിക്കും, ഒന്നും ചെയ്യാതിരുന്നിട്ട് പോലും ചില കാർഡിയോളജിസ്റ്റുകൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുണ്ട്. അപ്പം പറയും, ഡോക്ടറെ ഇതെങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്? എപ്പോഴും ഒരു പൗച്ചിൻ്റെ അകത്ത് മെഡിസിൻസ് എല്ലാം കാണും. അപ്പോൾ കാറിൽ പോകുമ്പോൾ നമ്മളത് അന്നേരം കഴിക്കും. ഒരു അസുഖമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഈ അത്ര രീതിയിലാണ് ഒരു കോൺഫിഡൻസോട് കൂടിയാണ് നമ്മുടെ മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇരുന്നത്. കാരണം എല്ലാത്തിനും എനിക്കിപ്പം മാഡം എനിക്കൊന്നും സാധിക്കുന്നില്ല. കാരണം ഒരു അസുഖവും എനിക്ക് വന്നിട്ട് ആശുപത്രിയിൽ ഞാൻ പോയിട്ടില്ല. എല്ലാം എന്തെങ്കിലും ഒരു സിംറ്റം പറഞ്ഞ ഉടനെ മരുന്ന് തരും, അപ്പോഴേ എനിക്ക് കുറയും. ഇപ്പൊ എനിക്കൊരു പനി വന്നിട്ട് ചുമയും ഒക്കെ ആയിട്ട് റിലീഫ് വരാതിരുന്നിട്ട് സ്നീസിങ് വന്നതുകൊണ്ട് ജലദോഷം കണ്ടിന്യൂസ് ആയിട്ട് നിന്നതുകൊണ്ട് പിന്നെ എന്റെ ചെവി രണ്ടും അടഞ്ഞു പോയി. ഒരു ENT ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ എനിക്ക് ഇയർ ഡ്രോപ്സ് ഒഴിക്കാൻ പോലും എനിക്ക് അറിയത്തില്ല, ഇതുവരെ ഒഴിച്ചിട്ടില്ല അങ്ങനെയൊന്നും. അപ്പൊ അങ്ങനെയുള്ള ഒരാളിന്റെ സാമീപ്യം എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ വളരെ വിഷമമുണ്ട് മുന്നോട്ട് പോകുന്നതിന്. ഇപ്പം ഇതേമാതിരിയുള്ള ക്ലാസ്സുകളും എല്ലാവരെയും ഡോക്ടേഴ്സിനെ കാണുമ്പോഴൊക്കെ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ഞാനത് ഈ സിസ്റ്റത്തിനെ എനിക്ക് അത്രയും റെസ്പെക്റ്റും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഡോക്ടറെ ക്ലാസ് എനിക്ക് വളരെ താല്പര്യമായി. കാരണം എന്താന്ന് പറഞ്ഞാൽ മോട്ടിവേഷനാണ് തരുന്നത്. നമ്മള് താഴത്തുള്ള ചിന്ത നമ്മുടെ ലെവലിൽ നിന്ന് ചിന്തിക്കാതെ കൂടുതൽ ഹൈ ആയിട്ട് ഡോക്ടർ അബ്ദുൽ കലാം പറഞ്ഞ പോലെ കൂടുതൽ വലുതായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അടുത്തേക്ക് എത്താൻ പറ്റും. അപ്പൊ അതിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് നല്ല റിസൾട്ട് ആണല്ലോ വരുന്നത് മാഡം. അപ്പൊ അതുകൊണ്ട് മാഡത്തിന്റെ ക്ലാസ് വളരെ നന്നായിരുന്നു എന്ന് ഇവിടെ ഈ അവസരത്തിൽ പറയുന്ന എന്റെ പേഴ്സണൽ മാറ്ററോട് ഈ വിലയേറിയ സമയത്ത് പറഞ്ഞതിൽ ക്ഷമിക്കണം. എല്ലാവർക്കും നന്ദി. താങ്ക് യു സർ. 10 ബെഡുള്ള ഹോസ്പിറ്റൽ ഉണ്ടാകട്ടെ എന്ന് വിഷയം. താങ്ക് യു മാഡം, താങ്ക് യു. ഓക്കെ, എന്തായാലും നമ്മുടെ ലതാ മനോഹരൻ ഡോക്ടർ ഇല്ലെങ്കിലും ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ സാർ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. വളരെ സന്തോഷം. വളരെ അതിന് പ്രത്യേക നന്ദിയും സാറിന് രേഖപ്പെടുത്തുന്നു. അപ്പൊ ഇനി മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഇത് ചെയ്തേക്കാം ഡോക്ടറെ. ഇനി 5 മിനിറ്റ് വൈൻഡപ്പ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ആരും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അമ്പാടിയമ്മ ഉണ്ടല്ലോ, അമ്പാടിയമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അമ്പാടിയമ്മ ഇല്ലേ? അങ്ങനെ ഉണ്ടല്ലോ അമ്പാടിയമ്മ. വയ്യ. ഓക്കെ. പനിയാണോ? സുഖമില്ല. ഇപ്പൊ എല്ലാവർക്കും എനിക്കും പനിയാണ്. ജിനി ഡോക്ടർ കുറെ നേരം കൊണ്ട് തൊണ്ടയ്ക്ക് ഇടയ്ക്ക് സൗണ്ട് മാറ്റം, വെള്ളി അടിക്കുന്നുണ്ട് ഇടയ്ക്ക് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു പറയാൻ പാടില്ലാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാത്തത്. പഠിപ്പിച്ചു തരുന്നവർക്കൊരു നാണം വേണമല്ലോ പറയാ. ഓക്കെ, എന്തായാലും എന്താണ് തൊണ്ടയ്ക്കൊക്കെ പ്രശ്നമുള്ള ഈ ഘട്ടത്തിലും ഇംഗ്ലീഷ് സെഷൻ ഡോക്ടർ തന്നെയാണ് മോഡറേറ്റ് ചെയ്ത് അതിന്റെ തുടർച്ചയായിട്ട് എത്ര 1 മണിക്കൂറല്ലേ, ഇപ്പൊ 2 മണിക്കൂർ കൊണ്ട് ഒറ്റ ഇരിക്കുകയാണ്. വയ്യാത്ത അവസ്ഥയിലും വളരെ സന്തോഷം. നമുക്ക് വേണ്ടി ഈ ഒരു ക്ലാസ് എടുക്കാൻ വന്നു. ഇത്രയും കഷ്ടപ്പെട്ട് നമുക്ക് ക്ലാസ് എടുത്ത് ആ ഒരു പരമ്പരയായി തന്നെ തീർത്ത ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി മറിയാമ്മ ഡോക്ടറെ ക്ഷണിക്കുക. അറിയാമോ ഡോക്ടറെ? നന്ദി ശൈല ഡോക്ടറെ. ആരുടെ മൊബൈൽ ഈ റെഡ്മി എന്നുള്ളത്? ഒരു മിനിറ്റ്, അത് പേരില്ല, റെഡ്മി മാത്രമേ ഉള്ളൂ. കോംപ്ലിമെന്റ്സ് ഒക്കെ വരുന്നുണ്ട്. താങ്ക് യു. എന്തായാലും വലിയ വലിയ സ്വപ്നങ്ങൾ കാണൂ എന്ന വിഷയത്തിൽ 3 ഭാഗമായിട്ട് ക്ലാസ് എടുത്ത് ഞങ്ങളെ ആ നിലയിലേക്ക് എത്തിച്ച അജിനി ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഓരോ പോയിന്റും എഴുതി ഇട്ടിട്ടുണ്ട്. കാരണം ജീവിതത്തിൽ ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ ഒന്ന് എടുത്ത് വായിക്കാമല്ലോ എന്നുള്ളൊരു സമാധാനത്തിലാണ് എഴുതിയിട്ടിരിക്കുന്നത്. ഏതായാലും വളരെ സന്തോഷം. ഇനിയൊരു ഹോപ്പ് ഉണ്ട് കേട്ടോ. ഒന്നും തന്നെ നഷ്ടമായിട്ടില്ല. എല്ലാ ക്ലാസ്സും ഫുൾ എഴുതിയിട്ടിട്ടുണ്ട് ഡോക്ടറെ. കാരണം അത്രയ്ക്കും നമുക്ക് മനസ്സിന് ഒരു ധൈര്യം തരുന്നതും പ്രതികൂലങ്ങളിലും വലിയത് ചിന്തിച്ച് നിൽക്കണമെന്നുള്ള ഒരു ആഗ്രഹം തരുന്നതുമായ ഡോക്ടറുടെ ഈ ക്ലാസ്
ശരിക്കും ഡോക്ടറെ അഭിനന്ദിക്കുകയാണ്. ഡോക്ടർക്ക് IFESന്റെയും ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മനോഹരൻ സാറിനെ സത്യത്തിൽ ഈ സമയങ്ങളെല്ലാം ഇടയ്ക്ക് ഓർക്കുന്നുണ്ടായിരുന്നു. മനോഹരൻ സാറിനെ കണ്ടില്ലായിരുന്നു കേട്ടോ. ഞാന് ഡോക്ടറെ ലതാ മനോഹരൻ ഡോക്ടറെ ഓർത്തോണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് പുള്ളി ക്യാമറ ഓൺ ആക്കിയത്. അപ്പോഴാണ് കാണുന്നത്. അതുവരെ ഞാൻ അതാ ലതാ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ ലതാ മനോഹരൻ ഡോക്ടർ നമ്മുടെ ഓർമ്മയിൽ ഇന്നും നിലനിൽക്കുന്നു. ഞങ്ങളുടെ 5th ഇയർ സെലിബ്രേഷൻ വന്നു. അതിൽ ഡോക്ടറെ ഞങ്ങൾ പ്രത്യേകം ഓർത്ത്, അപ്പോഴൊക്കെ ഞാൻ ഓർത്ത് സാറും കൂടെ ആ ഫംഗ്ഷനിൽ പങ്കെടുത്തിരുന്നെങ്കിൽ പങ്കെടുത്തായിരുന്നു അല്ലേ? പങ്കെടുത്തു. അപ്പൊ ഞാൻ തന്നെ ഉണ്ടായിരുന്നു. ആണല്ലേ. എന്തായാലും വളരെ സന്തോഷം സാറിനെ ഒരിക്കൽ കൂടി കാണാൻ സാധിച്ചതിൽ. സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. തുടർന്നും എല്ലാ ക്ലാസ്സുകളിലും സാറ് പങ്കെടുക്കണമെന്ന് അപേക്ഷിക്കുകയും കൂടി ചെയ്യാണ്. എന്തെങ്കിലും അസുഖം വന്നാൽ ഞങ്ങൾ ഹോമിയോ ഡോക്ടർമാർ ആരെങ്കിലും കാണും. ഇനി അത് നിരാശപ്പെട്ടിരിക്കണ്ട. ഒന്ന് വിളിച്ചാൽ മതി ആരെങ്കിലും. അതുപോലെ തന്നെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും, നമ്മുടെ മോഡറേറ്റർ ശൈല ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നന്ദി. ഓക്കെ, മറിയാമ്മ ഡോക്ടർക്ക് നന്ദി അർപ്പിക്കാനെത്തിയ മറിയാമ്മ ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എന്തായാലും നമ്മളെ സമയം ഇനി 2 മിനിറ്റേ ബാക്കിയുള്ളൂ. വളരെ സന്തോഷം അജിനി ഡോക്ടറെ. അപ്പൊ നമുക്ക് നമ്മളെ കൂടെ ഉള്ള എല്ലാവർക്കും ഇനിയും സ്വപ്നങ്ങൾ കാണാനുള്ള സമയം ഉണ്ട്. എല്ലാരും വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക, നടപ്പിലാക്കുക. പ്രായമായിട്ടില്ല. പിന്നെ പ്രായമായെന്ന് ആരും വിഷമിക്കണ്ട. സ്വപ്നങ്ങൾ കാണുക, അത് നടപ്പിലാക്കുക. എല്ലാരും നമ്മളിപ്പോ പഠിച്ചിറങ്ങിയതേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. വിചാരിക്കുന്നത് തീർച്ചയായിട്ടും. അപ്പൊ എല്ലാരും അതിനുവേണ്ടി പ്രവർത്തിക്കുക. അപ്പൊ ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.